കോഴിക്കോട് മകന്റെ മർദ്ദനമേറ്റ് മരിച്ച അച്ഛൻ മരിച്ച സംഭവത്തിൽ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം അന്വേഷണ സംഘം പരിഗണിക്കുന്നു. മരണപ്പെട്ട കുണ്ടായത്തോട് സ്വദേശി ഗിരീഷിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കേസിൽ കൂടുതൽ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കഴിഞ്ഞ ദിവസമാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ് അച്ഛൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുടുംബ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം എന്നാണതൊക്കെ അറിയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ഈ മകന്റെ മേലിൽ ചുമത്തുമെന്നുള്ള, പ്രതിക്ക് മേലിൽ ചുമത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഈ ഗിരീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നതിലേക്കാണ് പോലീസ് എത്തുന്നത്. കാരണം മകൻ സനൽ അച്ഛനുമായുള്ള തർക്കത്തിനിടെയാണ് അച്ഛനെ പിടിച്ചു തള്ളുകയും ആ തള്ളുന്നതിനിടയിലാണ് ഈ ഗിരീഷ് തലയടിച്ച് വീഴുകയും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മർദ്ദനത്തിന് ഈ മകൻ സനലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നല്ലളം ഇൻസ്പെക്ടർ സുമിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മർദ്ദനത്തിന്റെ പേരിൽ കേസെടുത്തിരുന്ന പോലീസിന് ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതി ഒളിവിലാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അത് നരഹത്യക്ക് കേസെടുക്കുന്ന കാര്യം ആലോചിച്ചു വരികയാണ് പോലീസ്. അത് ഏകദേശം അത് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. നരഹത്യക്ക് കേസെടുക്കാൻ ധാരണയായിട്ടുണ്ട്. ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇനിയുള്ളത്. എങ്കിൽ കൂടിയും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഇതിൽ ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. നരഹത്യ കൂടാതെ മറ്റ് ഏതെങ്കിലും വകുപ്പുകൾ ഇതിൽ ചുമത്താൻ പറ്റുമോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഗിരീഷിന്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഈ പ്രധാനമായും ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നതിലേക്ക്, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള തർക്കമുണ്ടാക്കുന്നതിലേക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഗിരീഷിന്റെ ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുകയാണ്. അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത്. ഗിരീഷ് സഹോദരിക്കൊപ്പമാണ്, ഭാര്യയ്ക്കൊപ്പമാണ് മകൻ സനൽ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഈ സനലിന്റെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഈ അച്ഛനായ ഗിരീഷ് പോയില്ല. മാത്രമല്ല അമ്മയെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്ത എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴാണ് ഗിരീഷും സനലും തമ്മിൽ തർക്കമുണ്ടാകുകയും ആ തർക്കത്തിനിടെ ഈ ഗിരീഷിനെ സനൽ തള്ളിയിടുകയും ആ തള്ളിയിടുന്നതിനിടയിൽ വീഴ്ച പറ്റി തലയ്ക്ക് അടിയേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, നിലത്ത് വീണ് തലയ്ക്ക് പരിക്കുപറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സംഭവം അത് എന്തായാലും ഗൗരവകരമായി തന്നെയാണ് പോലീസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശക്തമായ വകുപ്പുകൾ ചേർക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഹരിത.